ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ മൈക്രോ പ്രൊസസർ എന്നുള്ള മോഡ്യൂളിലെ മൾട്ടിപ്ലക്സേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക്കില് സിലബസില് അനലോഗ് മൾട്ടിപ്ലക്സേഴ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൾട്ടിപ്ലക്സേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ യൂഷ്വലി ഒരുപാട് ഇൻപുട്ട് സിഗ്നൽ ലൈൻസ് ഒരുപാട് ഇൻപുട്ട് സിഗ്നൽ ലൈൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സിഗ്നൽ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മൾട്ടിപ്ലക്സർ എന്ന് പറയാം. ഓക്കെ, മൾട്ടിപ്ലക്സറിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് MUX ആണ് അതിന്റെ മക്സ്. ഓക്കെ, അതാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൾട്ടിപ്ലക്സറിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ മൾട്ടിപ്ലക്സറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡാറ്റ ലൈൻസിനെ, സിമ്പിൾ ആയിട്ട് ഇൻപുട്ട് ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സിഗ്നൽ ലൈൻ ആക്കി മാറ്റുന്നതാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലക്സിംഗ് എന്നുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലക്സർ കേട്ടോ. ഓക്കെ, ഇത് സെന്റർ സൈഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സെന്റർ സൈഡിലാണ് നമ്മളുടെ മൾട്ടിപ്ലക്സർ ഉള്ളത്. നമ്മൾ റിസീവർ സൈഡിൽ ആരുണ്ടാവും, ഡിമക്സ് ഉണ്ടാവും. ഓക്കെ, ഡിമക്സ് അഥവാ മൾട്ടിപ്ലക്സർ. ഓക്കെ, മൾട്ടിപ്ലക്സർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സിഗ്നൽ ലൈൻസിനെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടില് ഡിഫറെന്റ് സിഗ്നൽ ലൈൻസ് ആക്കി അതിനെ എന്ത് ചെയ്യും, മൾട്ടിപ്ലക്സ് ചെയ്യും. ഓക്കെ, നമ്മൾ മോഡുലേഷൻ ഡിമോഡുലേഷൻ പറയുന്ന പോലെ തന്നെ മൾട്ടിപ്ലക്സർ ഡിഫറെന്റ് ഇൻപുട്ട് സിഗ്നൽസിനെ കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഡാറ്റ ലൈൻ ആക്കി മാറ്റും. മൾട്ടിപ്ലക്സറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ലൈനിനെ എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് സിഗ്നൽ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് റിസീവർ സൈഡിലുള്ള ഡിമക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലക്സറിന്റെ ക്ലാസിഫിക്കേഷൻ. മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്കില് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് അനലോഗ് മെത്തേഡ് ഉണ്ട്, അടുത്തത് ഡിജിറ്റൽ മെത്തേഡ് ആണ്. ഓക്കെ, അനലോഗ് മെത്തേഡിൽ വരുന്നതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, അതുപോലെ തന്നെ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഡിജിറ്റലിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഇവിടെ നമുക്ക് അനലോഗ് മൾട്ടിപ്ലക്സിംഗ് മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്. സോ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗും അതുപോലെ തന്നെ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അനലോഗ് മൾട്ടിപ്ലക്സർ. An analog multiplexer is a type of electronic switch that select one of the several analog input signal and routes into a single output. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്. ഈ ഇൻപുട്ട് സിഗ്നൽസിനെയൊക്കെ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആക്കിയിട്ട് മാറ്റുന്നതാണ് അനലോഗ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്ന അനലോഗ് സിഗ്നൽസ് ആയിരിക്കും, അതുകൊണ്ടാണ് അനലോഗ് മൾട്ടിപ്ലക്സർ വരുന്നത്. It is a versatile device used in various applications to efficiently manage and process analog signals. അപ്പൊ അനലോഗ് സിഗ്നൽസ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അനലോഗ് സിഗ്നൽസ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് ഇൻപുട്ട് ലൈൻസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സിഗ്നൽ ആക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നത് അനലോഗ് സിഗ്നൽസ് തന്നെ ആയിരിക്കും. അടുത്തത് ഡെഫിനിഷൻ ആൻഡ് പർപ്പസ് ആണ്. സെയിം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. A analog multiplexer is a circuit that takes multiple analog input signals and select one of them to be routed to a single output. ഒരു സിംഗിൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് സിഗ്നൽസ് സെലക്ട് ഔട്ട് ചെയ്തിട്ട് ഒന്നിനെ എടുക്കണം. Its primary purpose is to efficiently manage and process multiple analog signals using a single output channel. ഇപ്പൊ നമ്മൾ ഇവിടെ ഇൻപുട്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, നമുക്ക് വേരിയസ് ഇൻപുട്ട് ഉണ്ട്, I1, I2, I3 ആൻഡ് I4. ഇത് നമ്മളുടെ മൾട്ടിപ്ലക്സർ ആണ്. ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ
ഡാറ്റ ലൈൻ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു പാരാമീറ്റർ, ഒരു സെലക്ഷൻ ലൈൻ ഉണ്ടാവും. ആ സെലക്ഷൻ ലൈൻ ഏത് ഇൻപുട്ട് ആണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ലൈൻ വരുന്നത്. ഇപ്പൊ I1 എന്നുള്ള ഇൻപുട്ട് ലൈൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് വരുന്നത് I1 ആയിരിക്കും. ഓക്കെ, I2 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിംഗ്ലി I2 വാല്യൂ ആയിരിക്കും നമുക്ക് വരാം. I3 ആണെങ്കിൽ നമുക്ക് I3 ആയിരിക്കും വരിക. I4 ആണെങ്കിൽ I4 ആയിരിക്കും. സെലക്ട് ചെയ്ത് ഏത് വാല്യൂ ആണോ വരുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരിക. അല്ലാതെ ഈ 4 ആവറേജ് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഏത് സിഗ്നലിലേക്കാണോ സെലക്ഷൻ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അനലോഗ് മൾട്ടിപ്ലക്സർ. നമുക്ക് ഡാറ്റ ലൈൻസിന്റെ, ഇൻപുട്ട് സിഗ്നൽ ലൈൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലോഗ് മൾട്ടിപ്ലക്സേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സപ്പോസ് 2n ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ, ഓക്കെ, ഇൻപുട്ട് ലൈൻസ് 2n ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2n, എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? 2 to 1 മൾട്ടിപ്ലക്സർ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ 4 to 1 മൾട്ടിപ്ലക്സർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ 8 to 1, എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ 8 to 1 മൾട്ടിപ്ലക്സർ ആയിരിക്കും നമുക്ക് കറസ്പോണ്ടിംഗ്ലി കിട്ടുക. ഓക്കെ, അതാണ് ടൈപ്സ് ഓഫ് അനലോഗ് മൾട്ടിപ്ലക്സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ട് ലൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2n മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് ഇൻപുട്ട് ലൈൻസിന്റെ എണ്ണം കിട്ടുക. അടുത്തത് അനലോഗ് സിഗ്നൽ സെലക്ഷൻ ആൻഡ് സ്വിച്ചിങ്. Input selection. The multiplexer uses a control signal to select which input to route the output. നമ്മൾ ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, നമുക്കിപ്പോൾ ഒരു 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, I1, I2, I3, I4. ആ ഒരു കേസിൽ നമ്മളുടെ കൺട്രോൾ സിഗ്നൽ ഏതിനെയാണോ സെലക്ട് ചെയ്യുന്നത്, ഇൻപുട്ടിൽ ഏതിനെയാണോ സെലക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വരിക. I1 സെലക്ട് ചെയ്താൽ I1 ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. I2 സെലക്ട് ചെയ്താൽ I2 ആയിരിക്കും ഔട്ട്പുട്ട്. അങ്ങനെ കറസ്പോണ്ടിംഗ്ലി ഏത് വാല്യൂ ആണോ, ഇൻപുട്ടിൽ ഏത് വാല്യൂ ആണോ സെലക്ട് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരാം. നെക്സ്റ്റ് സിഗ്നൽ സ്വിച്ചിങ്. The selected input signal is connected to the output while the other inputs are disconnected. നമുക്ക് ഏത് സിഗ്നൽ ആണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. The chosen analog input signal is now present at the single output of the multiplexer. ഓക്കെ, ഇതാണ് അനലോഗ് സിഗ്നലിൽ നമ്മളെ സെലക്ഷനും സ്വിച്ചിങ്ങിലും വരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ്ങില് നമ്മൾ ഏത് സിഗ്നലെ ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ആവറേജ് വാല്യൂ ആയിരിക്കില്ല കേട്ടോ. ഏത് സിഗ്നൽ സെലക്ട് ചെയ്യണോ, ഇപ്പൊ 8 ലൈൻസ് ഉണ്ട്, 8 ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ടെങ്കിൽ അത് ഏത് വാല്യൂ ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. Key parameters and characteristics. First one, bandwidth. Bandwidth എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലക്സർ പാസ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി വിത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മുടെ മൾട്ടിപ്ലക്സർ സിഗ്നൽസിനെ പാസ് ചെയ്യണത്, ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതായിരിക്കും മൾട്ടിപ്ലക്സർ നോർമലി പാസ് ചെയ്യുക. അപ്പൊ ആ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. അടുത്തത് വോൾട്ടേജ് റേഞ്ച് ആണ്. മിനിമം ആൻഡ് മാക്സിമം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽസ് ദ മൾട്ടിപ്ലക്സർ ക്യാൻ ഹാൻഡിൽ. നമ്മുടെ മൾട്ടിപ്ലക്സറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞതും കൂടിയതും ഏത് റേഞ്ചിലാണോ നമ്മുടെ വോൾട്ടേജ് മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുക, അതാണ് മൾട്ടിപ്ലക്സറിന് ഹാൻഡിൽ ചെയ്യാവുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത സ്വിച്ചിങ് ടൈം ആണ്. ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ മൾട്ടിപ്ലക്സർ ടു സ്വിച്ച് ബിറ്റ്വീൻ ഇൻപുട്ട് സിഗ്നൽസ്. നമുക്കിപ്പോൾ മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ടാവും. അപ്പൊ ഏത് ഒരു ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് മറ്റൊരു ഇൻപുട്ട് സിഗ്നലിലേക്ക്
സ്വിച്ച് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്വിച്ചിങ് ടൈം എന്ന് പറയാ. അടുത്തതാണ് ഐസൊലേഷൻ, ദ എബിലിറ്റി ടു പ്രിവെന്റ് ക്രോസ് ടോക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ചാനൽസ്. അതായത് നമ്മളുടെ ഇൻപുട്ട് അറ്റ് എ ടൈം ഒരു ചാനലിൽ മാത്രം കടത്തിവിടുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയാം. അല്ലാതെ മിക്സിംഗ് ഓഫ് ഇൻപുട്ട് ചാനൽസ് അവിടെ പോസിബിൾ അല്ല. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് മൾട്ടിപ്ലക്സറിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ അനലോഗ് മൾട്ടിപ്ലക്സറിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും, അടുത്തതാണ് നമ്മളുടെ WDM, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും. അപ്പൊ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും അതിന്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങില് നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, ആ ഫ്രീക്വൻസി ചാനൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ നമുക്കൊരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി റേഞ്ച്. ഈ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചാനൽസ് ആക്കി മാറ്റും. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. 1 to 4 വരെ ഇവിടെ, 6 to 10 ഇവിടെ, 12 to 60. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ നിലവിലുള്ള ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ചെറിയ ചെറിയ ബാൻഡ്സ് ആക്കി മാറ്റണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സർ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നൽ, നമുക്ക് വരുന്ന അനലോഗ് സിഗ്നൽ ആണല്ലോ, അപ്പൊ നമുക്ക് ഡിസ്ക്രീറ്റ് ആയ വാല്യൂസ് അല്ല. അപ്പൊ വരുന്ന റേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ കംപ്ലീറ്റ് ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ചെറിയ ചെറിയ ഫ്രീക്വൻസി ചാനൽസ് ആക്കി മാറ്റാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ചാനലാണ് 1, 2, 3. ഓക്കെ, ഇത് 3 ചാനൽസ് ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാനൽ, സെക്കൻഡ് ചാനൽ, തേർഡ് ചാനൽ. ഈ 3 ചാനൽ തമ്മിൽ എന്തുണ്ടാവില്ല? നോ ഓവർലാപ്പിംഗ്. ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. ഓക്കെ, ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. ഇനി ഈ സെപ്പറേറ്റ് ചെയ്ത ചെറിയ ചെറിയ ഫ്രീക്വൻസി ചാനൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരേ സമയം തന്നെ ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇതൊരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആണ്. സെക്കൻഡ് ചാനൽ എന്ന് പറയുന്നത് അടുത്ത ഇൻപുട്ട്, തേർഡ് ചാനൽ ഒരു അടുത്ത ഇൻപുട്ട് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് മൂന്നും എന്ത് ചെയ്യും? കറസ്പോണ്ടിങ്ലി സെപ്പറേറ്റ് ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും, ഇൻപുട്ട് ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, സെപ്പറേറ്റ് ഡിവൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്ത് അവിടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നടക്കും മൾട്ടിപ്ലക്സറിനകത്ത്. അപ്പൊ ഏത് ഡിവൈസിലെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും? മൾട്ടിപ്ലക്സറെ ചൂസ് ചെയ്യും. ഓക്കെ, നമ്മളുടെ അനലോഗ് സിഗ്നലിന് ഒരു ഫ്രീക്വൻസി റേഞ്ച് ഇല്ലെങ്കിൽ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ആ ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ ചെറിയ ഫ്രീക്വൻസി ചാനൽസ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ ഫ്രീക്വൻസി ചാനൽസിനെ എല്ലാം സൈമിൾട്ടേനിയസ്ലി ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യും? വേറെ വേറെ ഡിവൈസിലേക്ക്, അതായത് ഇൻപുട്ട് സിഗ്നൽസ് ആക്കിയിട്ട് നമ്മൾ മാറ്റും. ഓക്കെ, ഈ ഇൻപുട്ട് സിഗ്നൽസിന്ന് സെലക്ഷൻ ക്രൈറ്റീരിയ വഴി, സെലക്ഷൻ സിഗ്നൽ വഴി നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലക്സർ ഏതാണോ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കേണ്ടത് അത് കറസ്പോണ്ടിങ്ലി കൊടുക്കും. ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സറിൽ നടക്കുന്നത്. First one, channel separation. FDM divides the available bandwidth into multiple non-overlapping frequency channels, allowing each signal to be transmitted on a dedicated frequency band. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വൺ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യാതെ ചെറിയ ചെറിയ ഫ്രീക്വൻസി ചാനൽസ് ആക്കി മാറ്റും. എന്നിട്ട് ഓരോ സിഗ്നലിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫ്രീക്വൻസി ബാൻഡുകളാക്കി മാറ്റിയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. സെക്കൻഡ് വൺ, simultaneous transmission. Multiple signals can be transmitted simultaneously, each occupying a different frequency channel
without interfering with one another. ഇവർ എല്ലാവരും സെപ്പറേറ്റ്, ഇപ്പൊ ഓരോ ഫ്രീക്വൻസി ചാനൽ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യില്ല, പരസ്പരം ഇന്റർഫിയർ ചെയ്യാതെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യും, ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ആൻഡ് carrier frequency allocation, each signal is modulated into unique carrier frequency which is then combined and transmitted over the shared communication medium. ഓക്കെ, നമ്മൾ അത് മൾട്ടിപ്ലക്സറിലേക്ക് ഇൻപുട്ട് ആക്കി കൊടുത്തു. മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യും, അതിന്റെ കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഏതാണോ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് കറസ്പോണ്ടിങ്ങിലി ഔട്ട്പുട്ട് കൊടുക്കും. ഓക്കെ, ഇത് നോർമലി യൂസ് ചെയ്യണത് റേഡിയോ ബ്രോഡ്കാസ്റ്റ് അതുപോലെ തന്നെ TV നെറ്റ്വർക്കിലൊക്കെയാണ് കേട്ടോ. ടെലിവിഷൻ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. അടുത്ത ടൈപ്പാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേബിളുകളല്ല, ഒപ്റ്റിക്കൽ കേബിൾസ് ആണ്. ഓക്കെ, നോർമൽ കേബിളുകളല്ല, നമ്മൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് ആണ്. അവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ അപ്പോൾ ലൈറ്റ് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് നമ്മൾ ഇവിടെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എന്താണ്, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഒന്നുകിൽ ഒരു പ്രിസം ഇല്ലെങ്കിൽ ഒരു ഗ്രേറ്റിംഗിന്റെ രണ്ട് പോർഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പ്രിസം, അതായത് നമുക്ക് സ്പ്ലിറ്റിങ്ങും അഡീഷനും അല്ല നമുക്ക് ചെയ്യേണ്ടത്. ലൈറ്റ് സിഗ്നൽസ് ആയതുകൊണ്ട് നമുക്കൊരു പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അപ്പൊ പ്രിസം യൂസ് ചെയ്തിട്ട് ഇത് മൾട്ടിപ്ലക്സർ ആണ്. ഇവിടെ എന്ത് ചെയ്യും, ഡിഫറെന്റ് ലൈറ്റ് സിഗ്നൽസ് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യും. അവയെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് സിംഗിൾ ഒരു സിഗ്നൽ ആയിട്ട് അടുത്ത പ്രിസത്തിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിമക്സ്, ഡി മൾട്ടിപ്ലക്സർ. ഓക്കെ, അതാണ് ഡീകോഡ് ചെയ്യുന്ന ആള്. തന്നിരിക്കുന്ന ഒരു സിഗ്നലിനെ നമ്മൾ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ആളാണ് ആര്, ഡിമക്സ്. അവിടെയാണ് നമ്മളുടെ റിസീവറിൽ ഔട്ട്പുട്ട് സിഗ്നൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ ഡിഫറെന്റ് സിഗ്നൽസ് ഉണ്ടാവും. ആ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആര്, നമ്മളുടെ മൾട്ടിപ്ലക്സർ, പ്രിസം മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ എന്ത് ചെയ്യും, നമ്മൾ ഡിമക്സിലേക്ക് എത്തും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡീകോഡ് ചെയ്യും. ഓക്കെ, ഡി മൾട്ടിപ്ലക്സർ അതിനെ ഡീകോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റും. സിംഗിൾ സിഗ്നൽസിനെ 1 to many കേസിലാക്കി മാറ്റും. ഡിമക്സ് many to 1 ആണ്, many to 1 ആണ്. ഡിമക്സിന്റെ കേസിൽ 1 to many ആണ് കേട്ടോ സിഗ്നൽ ട്രാൻസ്മിഷൻ എന്ന് പറയണത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ഒപ്റ്റിക്കൽ ഫൈബർ എക്സ്പ്ലോയിറ്റേഷൻ. WDM utilizes the vast bandwidth of the optical fibers by transmitting multiple signals on different wavelengths of light simultaneously. Okay, by wavelength ഡിവിഷൻ മൾട്ടിപ്ലക്സറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സറെ ഉപേക്ഷിച്ചിട്ട് ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്, അതിന് കുറച്ചുകൂടെ ഒരു വാസ്റ്റ് റേഞ്ച്, ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും കേട്ടോ. WDM-ന് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. മൾട്ടിപ്പിൾ സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് വേവ് ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. Okay, second one is wavelength separation. Signals are assigned to unique wavelengths which is then combined and transmitted through the fiber, allowing for concurrent data transmission. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി സെപ്പറേഷൻ ചെയ്ത പോലെ തന്നെ, ഫ്രീക്വൻസി ഡിവിഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, വേവ് ലെങ്ത് ഡിവിഷനും നടക്കുന്നുണ്ട്. ഓക്കെ, next is wavelength demultiplexing. At the receiving end, the signals are separated and detected using wavelength selective devices such as prisms or diffraction grating. അപ്പോൾ നമ്മൾ ഡിമക്സ് ആയിട്ടും മക്സ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിസം അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേറ്റിംഗ് ആണ് കേട്ടോ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ഒരു സിഗ്നൽ ആക്കുന്നതും 1 to many സിഗ്നൽ ആക്കുന്ന പ്രോസസ്സും നടക്കുന്നത്. ഇതാണ് വേവ് ലെങ്ത് ഡിവിഷൻ
മൾട്ടിപ്ലക്സിംഗ് വേവ് ലെങ്ത് ഡിവിഷനിൽ കുറച്ചുകൂടെ ബാൻഡ് വിഡ്ത്ത്, ഒരു വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു FDM എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത്രയാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗിൽ ഉള്ളത്. അടുത്ത നമുക്ക് അതിന്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. കമ്പാരിസൺ ഓഫ് FDM ആൻഡ് WDM. FDM uses different frequency bands and WDM uses different wavelength bands. നമുക്ക് ഫ്രീക്വൻസി ആണ് FDM-ൽ യൂസ് ചെയ്യണത്, WDM-ൽ വേവ് ലെങ്ത് ആണ് യൂസ് ചെയ്യണത്. സെപ്പറേഷൻ ബൈ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ്, സെപ്പറേഷൻ ബൈ വേവ് ലെങ്ത് സെലക്റ്റീവ് ഡിവൈസസ്. അപ്പോൾ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് ആണ് നമുക്ക് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സറിൽ ഉള്ളത്. സെപ്പറേഷൻ ബൈ വേവ് ലെങ്ത് സെലക്റ്റീവ് ഡിവൈസസ് ആണ് WDM-ൽ ഉള്ളത്. Suitable for wireless communication, suitable for fiber optic communication. Fiber optic communication suitable ആയത് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സർ ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന് സ്യൂട്ടബിൾ ആയത് ഏതാണ്? വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സർ ആണ്. അതുപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സർ ആണ്. ഓക്കെ, ഇത് രണ്ടും എവിടെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആപ്ലിക്കേഷൻ ഓഫ് അനലോഗ് മൾട്ടിപ്ലക്സർ. ഇതൊക്കെ മൾട്ടിപ്ലക്സറിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഡാറ്റ അക്വിസിഷൻ, സെൻസർ സിഗ്നൽ സെലക്ഷൻ, ഓഡിയോ വീഡിയോ സ്വിച്ചിങ് ആൻഡ് ടെസ്റ്റ് ആൻഡ് മെഷർമെന്റ്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ട്, അനലോഗ് മൾട്ടിപ്ലയേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസിൽ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസ്, റെഡ്യൂസ്ഡ് വയറിംഗ്, സിംപ്ലിഫൈഡ് സിസ്റ്റം സിഗ്നൽ. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫോർ സിഗ്നൽ ഡീഗ്രഡേഷൻ, ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത്, സെൻസിറ്റിവിറ്റി ടു നോയ്സ് ആൻഡ് ഇന്റർഫറൻസ്. ഇതാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ലിമിറ്റേഷൻസിൽ പറയുന്ന സമയത്ത് നമ്മളുടെ ഒപ്റ്റിക്കൽ സിഗ്നൽസിൽ അത്ര ലിമിറ്റേഷൻസ് വരില്ല. ലൈറ്റ് സിഗ്നൽസ് പാസ് ചെയ്യുന്ന സമയത്ത് എന്തില്ല, ഇതുപോലെ സിഗ്നൽ ഡിഗ്രഡേഷൻ ഒന്നും വരാനുള്ള സാധ്യത വളരെ മിനിമൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തും ലാർജ് ആണ്. ഇത് ലിമിറ്റേഷൻ പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സറിനെയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഫോർ കൺക്ലൂഷൻ, analog multiplexers are essential components in various electronic systems, enabling the efficient management and processing of multiple analog signals. അപ്പൊ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്ട് അനലോഗ് സിഗ്നൽസ് ഉണ്ട്. ഇൻപുട്ട് അനലോഗ് സിഗ്നൽസിന് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിഗ്നൽസ് ആക്കുന്നതാണ് മൾട്ടിപ്ലക്സറിന്റെ മേജർ ജോബ് എന്ന് പറയുന്നത്. Their ability to select and switch between input channels while maintaining signal integrity makes them invaluable in applications such as data acquisition, audio video switching and sensor signal selection. അപ്പൊ അതിന്റെ മേജർ ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് ഓഡിയോ വീഡിയോ സ്വിച്ചിങ്, സെൻസർ സിഗ്നൽ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലക്സേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിപ്പോ ഓഡിയോ വീഡിയോ സ്വിച്ചിങ്ങിന് നമുക്ക് ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ മൾട്ടിപ്ലക്സേഴ്സ് ആണ് വരിക. അതുപോലെ സെൻസർ സിഗ്നൽ സെലക്ഷനിലൊക്കെ ചില സെലക്ഷൻ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മൾട്ടിപ്ലക്സേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അത്രയാണ് നമ്മളുടെ മൾട്ടിപ്ലക്സറിന്റെ